വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഉണക്കമീൻ ചോറാണ്, ബിസ്മി സ്റ്റൈൽ. ബിസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിൽ സാമ്പാർ സാധനം എന്നൊക്കെ പറയും. അതിങ്ങനെ കുഴഞ്ഞുണ്ടാക്കുന്നതാണ് ഈ ഉണക്കമീൻ റൈസ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് സീസണാക്കി എടുക്കാനുള്ളത് ഇടാം. അപ്പോൾ ഇത് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിച്ചു. ഇനി 3 വറ്റൽമുളക് ഇതിലിടുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്, ഇഞ്ചി നീളനെ നുറുക്കിയത്. ഇതൊന്ന് വഴണ്ട് ഇത് വെളിച്ചെണ്ണയിൽ വഴണ്ട് വരുമ്പോൾ നമുക്ക് സബോള ആഡ് ചെയ്യാണ്. അപ്പോൾ സബോള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് സബോള ഏതാണ്ടായി. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് പേസ്റ്റൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം വഴണ്ടി വരുമ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ തക്കാളി. അപ്പോൾ അത് തക്കാളി ഒരു 4 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി നുറുക്കി ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ തക്കാളി ഏതാണ്ട് നമുക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ലേശം കുഴമ്പ് മസാല എന്ന് പറഞ്ഞ് ഇവിടെ തമിഴ്നാട്ടിലോട്ടും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ലേശം ഗരം മസാലയും കൂടിയും കുറച്ച് ഇടുകയാണ്. ഗരം മസാല ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലോട്ട് ലേശം തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. തൈരൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വയലറ്റ് ക്യാബേജ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതാ അപ്പോൾ ക്യാബേജ് ആഡ് ചെയ്യാണ്. അങ്ങനെ ക്യാബേജ് ഓപ്ഷണലാട്ടോ, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ക്യാബേജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇത് ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്ത് ഒന്ന് നല്ലോണം ഒരു മിനിറ്റോ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ഉണക്കമീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഉണക്കമീൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതേ ഉണക്കമീൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഉണക്കമീൻ മാക്സിമം ഇതിൽ പൊടിഞ്ഞു പോവും, എന്നാലും കുഴപ്പമില്ല. ഈ ചോറ് നമ്മുടെ ജ്യൂസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതേ നമ്മൾ ഉണക്കമീനൊക്കെ ആഡ് ചെയ്ത് നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് സ്ലോ കുക്കിന് വിടുകയാണ്. അപ്പോൾ ഇതേ നമുക്കൊന്ന് അടച്ച് ഒന്ന് തുറക്കാം കേട്ടോ. അപ്പോൾ ഇതേ അടച്ച് നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഏതാണ്ടായിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാണ്. അരി വേഗണ്ട, നമുക്ക് നല്ലോണം ഈ അരി നമ്മുടെ കുഴഞ്ഞിരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതേ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മസാലകളും വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് ലേശം ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതേ നമ്മളിത് അടച്ചു വെച്ചു. ഇനി ഇതേ നമ്മൾ ഒരു 2 മിനിറ്റ് അങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അരി ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ പൊന്നിയരിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മുഴുവൻ ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകിയതാണ്, നാടൻ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്താലോ. പോയി വന്നു. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഏതാണ്ട് നല്ലപോലെ ഒരു 70-75% നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് ആ ക്യാബേജിൻ്റെ ഒരു ലീഫ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഫ്ലേവറായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടി എടുത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അരിയൊക്കെ നമ്മുടെ ഗ്രേവി ലേശം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ചോറ് നല്ലപോലെ ഉടയണം, എന്നാൽ മാത്രമേ നമുക്കിതൊന്ന് സുറ്റബിളായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് നല്ലപോലെ കട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നടുക്കിലത്തെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, അത് ഈ ഗ്രേവിയിൽ കിടന്ന് തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഉരുളക്കിഴങ്ങ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേ നമ്മുടെ ചോറ് ഏതാണ്ട് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് ലേശം നമ്മുടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാൻ നമുക്ക് ദമ്മ പോലെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ചു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ ദാ പോയി ദേ വന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഉണക്കമീൻ ചോറ് അത് റെഡി ആയിട്ടുണ്ട്. ബിസ്മി സ്റ്റൈൽ എന്നാണിത്. സോ വേറെ ലെവലാട്ടോ, പറയാൻ പറ്റില്ല. അത്ര അധികം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണക്കമീനായതുകൊണ്ട് സാധാരണ ഉണക്കമീനൊന്ന് കൂട്ടി ചോറിനാന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് ലേശം ഉണക്കമീനും കൂടി എടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണക്കമീനും കൂടി എടുത്ത് കഴിച്ച് നോക്കുകയാണ്. ഓഹോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും. So hope you guys are enjoyed today's Karuvattu Sadam. See you on next vlog. Till then, bye bye.